ഹലോ, നമസ്തേ. കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളി ഉണ്ണിയപ്പവുമായിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം. അരി അരയ്ക്കോ ആട്ടോ ഒന്നും വേണ്ട, നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഉണ്ണിയപ്പം. ഇത് നമ്മൾ റവ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഒരാഴ്ച വരെ കേടാകാതെ നമുക്കിത് പുറത്ത് വെച്ച് ഉപയോഗിക്കാനും പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടാലോ. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് 250 ഗ്രാം റവയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ആകാം. ഇതിപ്പോ വറുക്കാത്ത റവയാണ്. എന്നിട്ട് 250 ഗ്രാം ശർക്കര എടുക്കുന്നുണ്ട്. പിന്നെ 250 ml പാലാണ് എടുത്തേക്കുന്നത്. എല്ലാം 250 വെച്ചാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു മുറി നാളികേരം ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ കുറച്ച് ഏലക്കയാണ് വേണ്ടത്. ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ വേണ്ടത് നന്നായി പഴുത്ത ഒരു നേന്ത്രപ്പഴമാണ്. അപ്പോൾ നമ്മൾ ഈ റവയിലേക്ക് എടുത്തു വെച്ചേക്കുന്ന പാലൊന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. ഈ പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ റവ പാലിലാണ് നമ്മൾ കുതിർക്കുന്നത്. ഇനി ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കില്ല നമ്മളിത് അരച്ചെടുക്കാൻ നേരം. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഈ ഉണ്ണിയപ്പം ഒരാഴ്ച വരെ നമ്മൾ പുറത്തു വെച്ചാലും ഒരു കേടും ഉണ്ടാവില്ല. ഇനി നമുക്ക് ആ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ. ഇത് ഇത്ര വെള്ളമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കരപ്പാനി ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ മാവും ലൂസായി പോവും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ശർക്കരപ്പാനി നല്ല കട്ടിയായിട്ട് തന്നെ ഉരുക്കിയെടുക്കണം. ഇത് ഇവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. ആ സമയത്ത് നമുക്ക് നാളികേരക്കൊത്തൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു ചീനിച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നെയ്യ് ചൂടായപ്പോൾ അതിലേക്ക് നാളികേരക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ മുറി നാളികേരം അത്രയും തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഉണ്ണിയപ്പത്തിലെ നാളികേരക്കൊത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും നാളികേരം വേണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാവും. അപ്പൊ അത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ചുകൂടെ ഒന്ന് കളർ വരണം. ഇപ്പൊ ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. അതിനി ആ നെയ്യിലിരുന്ന് കുറച്ചുകൂടെ ഒന്ന് മൂത്ത് വരും. ഇപ്പൊ നമ്മുടെ റവ ഇവിടെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ റവ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒട്ടും തന്നെ ചേർക്കുന്നില്ല ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പൊ കുതിർന്ന റവ ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന നേന്ത്രപ്പഴം ഒന്ന് ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കണം. ഈ ഒരു ഉണ്ണിയപ്പത്തിന് നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി, കട്ടിയുള്ള ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇതേ കട്ടിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മാവ് ലൂസായി പോകും. എന്നിട്ട് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 നുള്ളുപ്പ്, ഉപ്പ് കൂടിപ്പോലെ 1 നുള്ളുപ്പേ എടുക്കാവുള്ളൂ. അത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സിയിൽ അടിച്ച് എടുക്കുക. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. കണ്ടോ, ഇതുപോലെ എടുക്കണം. ഇത്രയും തിക്കായിരിക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് നാളികേരക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ കൂട്ടിലേക്ക് നമ്മൾ സോഡാപ്പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. ബേക്കിംഗ് സോഡയോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഇത്രയും സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നമുക്ക് ഒരു കേടുമില്ലാതെ പുറത്ത് വെച്ച് ഉപയോഗിക്കാം. ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട. നല്ല സോഫ്റ്റുമാണ്. അപ്പം എണ്ണ ചൂടായപ്പോൾ ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ടാണ് ഞാൻ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. സ്പൂണിൽ കോരി ഒഴിക്കുമ്പോൾ നമുക്ക് ആ പാത്രത്തിന്റെ സൈഡിലൊക്കെ ആകും. അപ്പൊ ആ വൃത്തികേട് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഗ്ലാസ്സിലെടുത്ത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തീ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. ഇപ്പൊ എന്റെ എണ്ണ നല്ല ചൂടായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ആ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് നമ്മളതൊന്ന് ചുട്ടെടുക്കുവാണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു സൈഡ് ആയി കഴിയുമ്പോൾ അതിനെ ഒരു ചീനിച്ചട്ടിയിൽ എണ്ണയിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പൊ ഞാൻ 250 ഗ്രാം റവയല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നത് കൊണ്ട് ഞാൻ ഈ ഉണ്ണിയപ്പ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കുവാണേ. അപ്പോൾ ഇത് നോൺ സ്റ്റിക്കിന്റെ പാത്രമൊന്നും അല്ല. നോൺ സ്റ്റിക്ക് പാത്രമൊന്നും വേണമെന്നില്ല. പെട്ടെന്ന് അത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. റവ ആയതുകൊണ്ട് അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്ന് പാത്രത്തിൽ നിന്ന് ഇളകി കിട്ടുകയും ചെയ്യും. അപ്പൊ ഞാൻ ബാക്കിയിരിക്കുന്ന മാവും കൂടെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ചുട്ടെടുക്കുവാണ്. ഇതേ ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ഉണ്ണിയപ്പം ആദ്യത്തെ ബാച്ചിനേക്കായും ഈസി ആയിട്ട് പാത്രത്തിൽ നിന്ന് ഇളകി പോരുന്നുണ്ട്. നമ്മൾ ഫോർക്ക് വെച്ച് തൊടു പോലും വേണ്ട, തന്നെ ഇളകി പൊങ്ങി വന്ന് കിടപ്പുണ്ട്. അപ്പൊ ഇത് നമ്മളൊന്ന് തിരിച്ചും മറിച്ചിട്ട് ഒന്നുകൂടൊന്ന് 2 സൈഡും ഒന്നുകൂടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. എത്ര ഈസി ആയിട്ട് അത് ഇളകി പോന്നേക്കുന്നതെന്ന് നോക്കൂ. നമ്മൾ ഒരു എഫേർട്ടും എടുക്കണ്ട.
ചിലരൊക്കെ പരാതി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകുന്നില്ല, അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ കട്ടിയായി പോകുന്നു, അരി അരയ്ക്കേണ്ട പാകം അറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ രീതിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇനി ആരും തന്നെ പരാതി പറയില്ല. അടിപൊളി ടേസ്റ്റ് ആണ്, അതുപോലെ തന്നെ വളരെ സോഫ്റ്റും ആണ്. ഇപ്പൊ ഞാനതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അതുപോലെ ഇത് ഒരാഴ്ച പുറത്തിരുന്നാലും ഒരു കേടും സംഭവിക്കില്ല. ദേ നോക്കിക്കേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു. ബൈ.